ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജസീം സാറാണ്. നമ്മുടെ സ്ട്രാറ്റജി വീഡിയോ എടുത്ത സമയത്ത് പലപ്പോഴായിട്ട് പല ആളുകൾ എനിക്ക് ഒരു കമൻറ്റ് ചെയ്തതാണ് നമ്മുടെ ചാപ്റ്റർ 7 കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതുപോലെ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് സാറേ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്കൊന്ന് സെറ്റാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ. ചാപ്റ്റർ 7 കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇത്ര സിമ്പിളായിരുന്നുവോ? ഈ വീഡിയോൻ്റെ ശേഷം നിങ്ങൾ പറയും. അത്രേ ഉള്ളൂ. ഈ 11 സാധനം വൃത്തിയിൽ പഠിച്ചാൽ ഇതുക്കും മേലെ വേറെ വരാനില്ല മക്കളെ. നമുക്കൊന്ന് നോക്കി നോക്കിയാലോ, ഓരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ സിൻടാക്സ് ആണ്. യെസ്, ഫസ്റ്റ് വൺ സിൻടാക്സ് ആണ്. എന്തിൻ്റെയൊക്കെ സിൻടാക്സ് പഠിക്കണം? ഈഫെൽസ് പഠിക്കണം. എന്തൊക്കെ? ഈഫെൽസ് പഠിക്കണം. ഈഫെൽസിൻ്റെ സിൻടാക്സ് എങ്ങനെ പഠിക്കാം? ഈഫ് എൽസ് ആണ്. 2 ഓപ്ഷനാണ്. അപ്പം സ്മോൾ ലെറ്ററിൽ എഴുതാം, ഈഫ് എന്ന് എഴുതാം, ഒരു കണ്ടീഷൻ പ്ലേസ് ചെയ്യാം. എഴുതേണ്ടതെല്ലാം ഇവിടെ പ്ലേസ് ചെയ്യാം. അതിന് പറയുന്ന പേരാണ് സ്റ്റേറ്റ്മെൻറ്റ്. അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് എൽസ്. എഴുതേണ്ടതെല്ലാം എഴുതാം. ഇത്രേ ഉള്ളൂ. ഇതാണ് ഈഫ് എൽസ്. രണ്ടാമത്തെ പാർട്ടാണ് നമുക്ക് എന്തിൻ്റെയൊക്കെ സിൻടാക്സാണ് പഠിക്കേണ്ടത്. രണ്ടാമത്തെ സ്വിച്ചാണ്. സ്വിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സ്വിച്ചിൻ്റെ സിൻടാക്സ് പഠിക്കാം. സ്വിച്ചിൻ്റെ സിൻടാക്സ് എങ്ങനെ എഴുതാം? സ്വിച്ച് എന്ന് എഴുതും സ്മോൾ ലെറ്ററിൽ. സ്വിച്ച് എന്ന് എഴുതാം, ബ്രാക്കറ്റിൽ ഒരു കണ്ടീഷൻ പ്ലേസ് ചെയ്യണം. കണ്ടീഷൻ. ആ കണ്ടീഷനിൽ എന്തൊക്കെ എഴുതേണ്ടത്? കേസ് വാല്യൂ. കേസ് വാല്യൂ. ആ വാല്യൂ എന്തേ ആവാൻ പാടുള്ളൂ? ഇൻറ്റിജർ ഓർ ക്യാരക്ടർ ആവാൻ പാടുള്ളൂ. എഴുതേണ്ടതെല്ലാം എഴുതാം. ബ്രേക്ക്. സ്വിച്ചിൻ്റെ അവസാനത്തിൽ ബ്രേക്ക് വേണം. കേസ്, അടുത്ത കേസ്, കേസ് വാല്യൂ എന്ന് എഴുതാം. എഴുതേണ്ടതെല്ലാം എഴുതാം. ബ്രേക്ക്. ഇതൊന്നുമല്ല എങ്കിൽ അവസാനത്തെ ഓപ്ഷനാണ് ഡീഫോൾട്ട് ഓപ്ഷൻ. ആ ഡീഫോൾട്ട് ഇവിടെ എഴുതാം. എഴുതേണ്ടത് എഴുതാം. ക്ലോസ് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തത് പഠിക്കേണ്ട സാധനമാണ് ഈഫെൽസ് കഴിഞ്ഞു, സ്വിച്ച് കഴിഞ്ഞു. മൂന്നാമത് പഠിക്കേണ്ട സാധനമാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. യെസ്, കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ എങ്ങനെ എഴുതാം? ക്വസ്റ്റ്യൻ മാർക്ക് കോളനാണ്. നമുക്കൊരു ബോക്സിലാക്കി എഴുതാം. എങ്ങനെ എഴുതണം? ഒരു കണ്ടീഷൻ ആദ്യം പ്ലേസ് ചെയ്യാം. ആ കണ്ടീഷൻ ശരിയാവാം, തെറ്റാവാം. കണ്ടീഷൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. കണ്ടീഷൻ ശരിയാണെങ്കിൽ ആണെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടീഷൻ ശരിയായാൽ എന്ത് നിലപാടാണോ ചെയ്യേണ്ടത് അത് ആദ്യം എഴുതാം. അതല്ല എങ്കിൽ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. യെസ്, ഇതാണ് എൻ്റെ ഒന്നാമത്തെ കാര്യം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഈഫ്, ഈഫെൽസ്, സ്വിച്ചിൻ്റെ സിൻടാക്സ്, കണ്ടീഷൻ ഓപ്പറേറ്റർ. യെസ്, എൻ്റെ ഒന്നാമത്തെ പാർട്ട് അവിടെ കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ പാർട്ടിലേക്ക് നോക്കാം. രണ്ടാമത്തത് ഈഫെൽസ് ആണ്. എന്താടാ? ഈഫെൽസ് നിന്ന് കണ്ടീഷൻ ഓപ്പറേറ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കണ്ടീഷൻ ഓപ്പറേറ്റർ തന്ന് ഈഫെൽസിലേക്ക് എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യൻ വരാം. നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഈഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ റിസൾട്ട് ഇക്വൽ പി, എൽസ് റിസൾട്ട് ഇക്വൽ എഫ്. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ കണ്ടീഷൻ ഓപ്പറേറ്ററിലേക്ക് മാറ്റാം? യെസ്, ഇവിടുത്തെ കണ്ടീഷൻ എന്താ? മാർക്കാണ്. മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ആണെങ്കിൽ മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ആണെങ്കിൽ റിസൾട്ട് ഈക്വൽ പി. നേരെ എഴുതാം. റിസൾട്ട് ഈക്വൽ ടു പി, ഡബിൾ കോട്ടിൽ പി. അതല്ല എങ്കിൽ, യെസ്, അതല്ല എങ്കിൽ റിസൾട്ട് ഈക്വൽ ടു എഫ്. അപ്പം ഇനി രണ്ടാമതൊരു ക്വസ്റ്റ്യൻ. സാറേ ഈ ഈഫെൽസ് കണ്ടീഷൻ ഓപ്പറേറ്റർ തന്നാൽ ഇങ്ങനെ ഈഫെൽസിലേക്ക് മാറ്റാം. നേരെ ഇതാണ് കണ്ടീഷൻ. നേരെ കൊടുക്കാം. ഈഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 18 ആണെങ്കിൽ സി ഔട്ട്, ആദ്യത്തെ എലമെൻറ്റ് സി ഔട്ട് പാസ്ഡ്. അതല്ല എങ്കിൽ എൽസ് സി ഔട്ട് ഫെയിൽഡ്. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ. രണ്ടാമത്തെ സെക്ഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്തു. കം ടു തേർഡ് വൺ. എന്താ തേർഡ് വൺ? സ്വിച്ച് തന്നിട്ട് എൽസിഫ് ലാഡറിലേക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അതേപോലെ എൽസിഫ് ലാഡർ തന്ന് സ്വിച്ചിലേക്ക് നമുക്ക് ഇതിൻ്റെ ഒരു സെക്ഷൻ ചെയ്ത് നോക്കാം. അല്ലേ? ഇതെന്താ തന്നത്? ഈക്വാലിറ്റി തന്നാൽ മാത്രമേ ഇതിനെ സ്വിച്ചിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ ഈ എൽസിഫ് ലാഡറിനെ സ്വിച്ചിലേക്ക് മാറ്റുമ്പോൾ ആദ്യം ഇതെന്ത് സ്വിച്ച് എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാം. സ്വിച്ച് എന്നുള്ള കമാൻഡ് ഉപയോഗിക്കാം. സ്വിച്ച് എന്നുള്ള കമാൻഡ് ഉപയോഗിച്ച് ഇതിലത്തെ വേരിയബിൾസ് ഏതാ? വാൽ. അപ്പോൾ ഇവിടെ വാല്യൂ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആ വാല്യൂ എന്ന് എഴുതാം. എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട്? 1 ഉണ്ട്, 3 ഉണ്ട്. ഓരോന്നായിട്ട് എഴുതാം. കേസ് 1 കോളൻ. എന്താ എഴുതേണ്ടത്? ആപ്പിൾ എന്നാണ്. സി ഔട്ട് ആപ്പിൾ. സി ഔട്ട് ആപ്പിൾ. അവിടെ തീർന്നു. ഉടനെ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യുന്ന സെക്ഷനാണ് ബ്രേക്ക്. രണ്ടാമത്തെ ഓപ്ഷനാണ് ഓറഞ്ച്. അപ്പം എങ്ങനെ എഴുതാം? കേസ് ഏതാ? കേസ് വാല്യൂ എന്താ? 3 ആണ്. കേസ് 3 എന്താ? സി ഔട്ട് ഓറഞ്ച്. ഓറഞ്ച്. അവിടെ ബ്രേക്ക്. ഇനി എന്താ വേണ്ടത്? അല്ലെങ്കിൽ വെജിറ്റബിൾ എന്നാണ്. എൽസ് എന്നുള്ളതിന് പകരമാണ് നമ്മൾ എന്തുപയോഗിക്കുക? ഡീഫോൾട്ട് കമാൻഡ് യൂസ് ചെയ്യുക.
default ഇതൊന്നുമല്ല എങ്കിൽ സി ഔട്ട് വെജിറ്റബിൾ. യെസ്, അവിടെ കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ ഇതിൻ്റെ മറ്റൊരു രൂപമാണ് സ്വിച്ച് തന്നിട്ട് സാറേ എങ്ങനെയാണ് ഈഫൽസിലേക്ക് മാറ്റാം? സ്വിച്ച് തന്നാൽ ഇവിടെ നോക്കാം സ്വിച്ച് സി എച്ച് എന്നാണ്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത് സി എച്ച് ആണ്. അപ്പോൾ സി എച്ച് ഈസ് ഈക്വൽ ടു ഓരോ ഓപ്ഷൻ എഴുതാം. സി എച്ച് ഈക്വൽ ടു 0 ആണെങ്കിൽ സി ഔട്ട് 0. അതല്ല എങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് എൽസീഫ്. അടുത്ത ഓപ്ഷൻ. അപ്പോൾ ഇത് കഴിഞ്ഞു. രണ്ടാമത്തെ ഓപ്ഷൻ 1 ആണ്. എൽസീഫ് സി എച്ചിലുള്ള വാല്യൂ 1 ആണെങ്കിൽ സി ഔട്ട് ONE 1 ആണ്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ചെയ്തു. മൂന്നാമത് ഇത് ഒന്നുമല്ല എങ്കിൽ എൽസ് സി ഔട്ട് ഇൻവാലിഡ്. ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനേ ഉള്ളൂ. എന്താ ഒറ്റ കാര്യം ശ്രദ്ധിക്കേണ്ടത്? ഈ ഈക്വാലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സ്വിച്ചിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ ഈക്വാലിറ്റി ഉള്ള എൽസീഫ് ലാഡറിനെ മാത്രമേ സ്വിച്ചിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് രണ്ടും ഒരുപാട് ഓപ്ഷൻസ് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ, എൽസീഫ് ലാഡറും സ്വിച്ചും തമ്മിലുള്ള കമ്പാരിസൺ 4 പോയിന്റ് പഠിക്കാം. എന്താ 4 പോയിന്റ്? ഒന്നാമത്തെ പോയിന്റ് ആണ് രണ്ടും മൾട്ടിപ്പിൾ ഓപ്ഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്. രണ്ടാമത്തതാണ് സ്വിച്ചിൻ്റെ കേസിൽ എൽസീഫ് ലാഡറിൻ്റെ കേസിലാണെങ്കിൽ എല്ലാ ഓപ്പറേറ്റേഴ്സും സപ്പോർട്ട് ചെയ്യും. എന്നാൽ ഇത് ഇക്വാലിറ്റി ഓപ്പറേറ്റർ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. ഇക്വാലിറ്റി ഓപ്പറേറ്റർ ഇവിടെ സപ്പോർട്ട് ഓൾ റിലേഷണൽ ആൻഡ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. മൂന്നാമത്തെ പോയിന്റ്, അടാ സ്വിച്ചിൻ്റെ ഉള്ളിൽ കറക്റ്റ് കേസ് വാല്യൂ മസ്റ്റ് ബി ഇൻറ്റീജർ ഓർ ക്യാരക്ടറെ വരാൻ പാടുള്ളൂ. മനസ്സിലായില്ല? ഈ വാല്യൂസ് ഇൻറ്റീജർ 1.5 വരാൻ പറ്റൂല, 2.9 വരാൻ പറ്റൂല, ഇൻറ്റീജറോ ക്യാരക്ടറോ വരാൻ പാടുള്ളൂ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. സ്വിച്ചിൻ്റെ വാല്യൂസ് ഇൻറ്റീജറോ ക്യാരക്ടറോ വരുള്ളൂ. എന്നാൽ സ്വിച്ച് എൽസീഫ് ലാഡറിൽ അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല. എന്ത് വാല്യൂസും വെച്ചും, എനി റേഞ്ച് ഓഫ് വാല്യൂസ് വെച്ചു. ലാസ്റ്റ് വൺ, സ്വിച്ചിൻ്റെ കേസിൽ അവസാനത്തെ വാക്ക് ഡീഫോൾട്ടാണ്. എന്നാൽ എൽസീഫ് ലാഡറിൽ അവസാനത്തെ വാക്ക് എൽസ് ആണ്. അതൊന്ന് എഴുതി വെക്കാം. എങ്ങനെ എഴുതി വെക്കാം? നാലാമത്, ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ നോ മാച്ച് ഫൗണ്ട്സ് ഡീഫോൾട്ട് ബ്ലോക്ക് വർക്ക് ചെയ്യും. ഇവിടെ നോ എക്സ്പ്രഷൻ വർക്ക് ചെയ്താൽ എന്താടാ? എൽസ് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്. ഈ 4 പോയിന്റ് പഠിക്കാം, അത് മതി. സോ നെക്സ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ, സ്വിച്ചിൽ ബ്രേക്ക് ഫ്രീ. എന്താ ഈ ബ്രേക്ക് ഫ്രീ? സ്വിച്ച് ഒരു എക്സാമിന് തരും. സ്വിച്ച് എക്സ്, ഇവിടെ ഒരു ഓപ്ഷൻ തരാം. കേസ് എ ആണെങ്കിൽ സി ഔട്ട് ഇറ്റ് ഈസ് എ. കേസ് എം, ഇത് ക്യാരക്ടർ കൂടി പരിചയപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ എക്സാമ്പിൾ കയറ്റുന്നത് കേട്ടോ. ഇറ്റ് ഈസ് എം. അടുത്ത കേസ് എൻ, ഞാൻ എന്തെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയെന്നുള്ളൂ. സി ഔട്ട് ഇറ്റ് ഈസ് എൻ. എൽസിൻ്റെ സാധനമാണ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ സി ഔട്ട്. ഇപ്പം ഞാൻ എൻ്റെ പേര് എഴുതി ജസീം എന്ന് എഴുതി, ജാസ്. ഇവിടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇഫ് ദ ഇൻപുട്ട് ഈസ് ഇങ്ങനെ വരുന്നു. If the input is first question എക്സിൻ്റെ വാല്യൂ ഇപ്പം എം ആണെങ്കിൽ എക്സിൻ്റെ വില എം ആണെങ്കിൽ നേരെ കേസ് എം വർക്ക് ചെയ്യും. ഇറ്റ് ഈസ് എം എന്ന് വരും. അവിടെ ബ്രേക്ക് ഇല്ല. അപ്പോൾ ഔട്ട്പുട്ട് ഈസ് ഇറ്റ് ഈസ് എം എന്ന് വരും. ബ്രേക്ക് ഇല്ല എങ്കിൽ അടുത്ത കേസ് വർക്ക് ചെയ്യും. എന്താടാ? ഇറ്റ് ഈസ് എൻ കഴിഞ്ഞിട്ട് ബ്രേക്ക് ഇല്ല, അവിടെ വരും ജാസ്. ഞാൻ കൊടുത്ത ആൻസർ എ ആണ് എങ്കിൽ, ഇൻപുട്ട് എ ആണെങ്കിൽ ഒന്നും ബ്രേക്ക് ഇല്ല, നേരെ കംപ്ലീറ്റ് ഔട്ട്പുട്ട് വരും. ഇറ്റ് ഈസ് എ, ഇറ്റ് ഈസ് എം, ഇറ്റ് ഈസ് എൻ, ജാസ്. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ, ഞാൻ കൊടുത്തത് കെ എന്നുള്ള ലെറ്റർ ആണെങ്കിൽ കെ എന്നുള്ള സാധനം ഇവിടെ എവിടെയും ഓപ്ഷൻസ് ആയിട്ടില്ല, അന്നേരം ജാസ് മാത്രം ഔട്ട്പുട്ട്സ്. മക്കൾക്ക് ഓക്കെ ആണോ? യെസ്. നാലാമത്തത്, അടാ എൻ ആണ് ഞാൻ കൊടുത്തതെങ്കിൽ, എൻ ആണെങ്കിൽ ഇറ്റ് ഈസ് എൻ, അതേപോലെ അവസാനത്തം ജാസ്. എവിടെയെങ്കിലും ഇതിൻ്റെ എവിടെയെങ്കിലും ബ്രേക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ, ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ഉണ്ടെങ്കിൽ ബ്രേക്ക് കണ്ടാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഓർത്ത് വെച്ചോ, വളരെ ഭംഗിയായിട്ട് പഠിക്കാം. 5 കഴിഞ്ഞു. ആറാമത്തെ കേസാണ് ലൂപ്പിലേക്ക് ഇറങ്ങാം. ലൂപ്പിൻ്റെ കേസിൽ 2 ടൈപ്പ് ലൂപ്പ് ഉണ്ട്. എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും. എന്താ എൻട്രി കൺട്രോൾ ലൂപ്പ്? കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ബിഫോർ ദ ബോഡി സെക്ഷൻ. ഇതാണ് മെയിൻ പോയിന്റ്. കണ്ടീഷൻ ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ദ ബോഡി സെക്ഷൻ. ഒന്നാമത്തെ പോയിന്റായി. ബിഫോർ ദ ബോഡി ആണെങ്കിൽ കണ്ടീഷൻ തെറ്റിയാൽ അത് വർക്ക് ചെയ്യൂല. നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചാലും അവസാനത്തിലെ കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്.
ഇവിടെ എക്സാമ്പിൾ എഴുതിയേക്കാം. മൂന്നാമത്തെ പോയിന്റ് ഫോർ ലൂപ്പും വൈൽ ലൂപ്പുമാണ് ഇതിൻ്റെ എക്സാമ്പിൾ എങ്കിൽ ഇവിടെ എക്സാമ്പിൾ ഡു വൈൽ ലൂപ്പാണ്. അവിടെ സെറ്റായോ? സോ 7th വൺ, മൂന്നെണ്ണത്തിൻ്റെ സിൻടാക്സ് ഏതിൻ്റെയൊക്കെ? ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ്, വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ്, അതേപോലെ ഡു വൈൽ ലൂപ്പിൻ്റെ സിൻടാക്സ് എല്ലാവർക്കും അറിയുന്നതാണ്. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഫോർ ഇനീഷ്യലൈസേഷൻ എത്ര വരെ എഴുതണം, എവിടുന്ന് തുടങ്ങണം? കണ്ടീഷൻ അപ്ഡേഷൻ. ഇവിടെയാണെങ്കിൽ ആദ്യം ഇനീഷ്യലൈസേഷൻ എഴുതും, പിന്നെ കണ്ടീഷൻ, ഉള്ളിൽ ബോഡി അപ്ഡേഷൻ. ഇവിടെ വൈൽ ലൂപ്പ് ഡു വൈൽ ലൂപ്പിൻ്റെ കേസിലാണെങ്കിൽ അവസാനത്തിൽ കണ്ടീഷൻ. അറിയുന്നതാണ്, വളരെ ഭംഗിയായിട്ട് പഠിക്കാം. സോ നെക്സ്റ്റ് വൺ, 8ാമത്തെ എലമെന്റ് ലൂപ്പിൻ്റെ കമ്പണൻസ്. ഇപ്പം ഞാൻ ഡിസ്കസ് ചെയ്ത ലൂപ്പ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കാം, ഫോർ ലൂപ്പ് എടുക്കാം. ആ ഫോർ ലൂപ്പിൻ്റെ തുടക്കം അതിനെ പറയുന്ന പേരാണ് ഇനീഷ്യലൈസേഷൻ. ഇതാണ് ഒന്നാമത്തെ കമ്പണൻസ്. എത്ര വരെ പോവണം അത് തീരുമാനിക്കുന്ന ആളാണ് കണ്ടീഷൻ. ഇതാണ് രണ്ടാമത്തെ കമ്പണൻസ്. മൂന്നാമത്തെ കമ്പോണൻ്റ് ആണ് എന്താണ് ചെയ്യേണ്ടത്, ബോഡി ഓഫ് ദ ലൂപ്പ്. നാലാമത്തെ എത്ര വെച്ച് കൂടണം അതിനെ പറയുന്ന പേരാണ് അപ്ഡേഷൻ. അപ്പോൾ ദീസ് ഫോർ ആർ ദ കമ്പോണൻസ് ഓഫ് ലൂപ്പ്. നമുക്ക് ഇങ്ങനെ ഒരു കോഡ് തരും. ഈ കോഡ് തന്നിട്ട് ഓരോരുത്തർ ആരാന്ന് ചോദിക്കും. അപ്പോൾ എന്താ ചെയ്താ? ഇനീഷ്യലൈസേഷൻ. ഇനീഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എലമെന്റ് i = 1. രണ്ടാമത്തേത് കണ്ടീഷനാണ്. അപ്പോൾ കണ്ടീഷൻ എന്താണെന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. കണ്ടീഷൻ എന്ന് പറഞ്ഞത് i <= 10 ആണ്. അതിന് ശേഷം ഇതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. അപ്പോൾ ബോഡി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ സി ഔട്ട് ഐ. പ്രോഗ്രാം തന്നിട്ട് ഇതുപോലെ നിങ്ങൾക്ക് അപ്ഡേഷൻ എഴുതാൻ ചോദിക്കും. ലാസ്റ്റ് വൺ ഈസ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. ഏതാണ് അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്? ആണ് ആ ലാസ്റ്റത്തെ സാധനം. ഏതാ ലാസ്റ്റത്തെ? i++. അപ്പോൾ ഒരു ലൂപ്പ് തന്നിട്ട് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സെറ്റ് അല്ലേ? സോ അതേപോലെ വേറെ സാധനം വരാനുള്ളത് എത്ര ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള ടൈപ്പ് ക്വസ്റ്റ്യനും വരാറുണ്ട്. സോ 9th വൺ, ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ഇതെന്തെങ്കിലും ആരോ മാർക്ക് ഇട്ടത്, അതായത് പ്രോഗ്രാമാണ്. ഒന്നെങ്കിൽ കമ്പാരിസൻ്റെ ക്വസ്റ്റ്യൻ വരും. കമ്പാരിസൺ. ഈ കമ്പാരിസൺ ആണ് ഞാൻ ഇപ്പം എഴുതി തന്നത്. എന്താ കമ്പാരിസൺ? ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും നമ്മളെ മെയിൻ കമ്പാരിസൺ എന്താ? ഫോർ ലൂപ്പ് എൻട്രി കൺട്രോൾ ലൂപ്പാണ്, വൈൽ ലൂപ്പ് എൻട്രി കൺട്രോൾ ലൂപ്പാണ്, ഡു വൈൽ ലൂപ്പ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. സിൻടാക്സ് ഓർത്ത് വെക്കുക. സിൻടാക്സിൽ ഇനീഷ്യലൈസേഷൻ ആ ഫോർ ലൂപ്പിൻ്റെ കൂടെ തന്നെയാണ്. എന്നാൽ വൈൽ ലൂപ്പിലെ ഇനീഷ്യലൈസേഷൻ ബിഫോർ ദ ലൂപ്പാണ്. ഇനീഷ്യലൈസേഷൻ ഇവിടെയും ബിഫോർ ദ ലൂപ്പാണ്. അടുത്ത പോയിന്റ് അപ്ഡേഷൻ ലൂപ്പിൻ്റെ കൂടെ തന്നെയാണ്. i++, ഫോർ ലൂപ്പിൻ്റെ കൂടെ തന്നെയാണ്. എന്നാൽ ഇവിടെ അപ്ഡേഷൻ ഇതിൻ്റെ ഉള്ളിലാണ്ടാവുക, ലൂപ്പിൻ്റെ ഉള്ളിലാണ്ടാവുക, വൈൽ ലൂപ്പിൻ്റെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്ടാവുക. എന്നാൽ ഇവിടെയും അപ്ഡേഷൻ ഇതിൻ്റെ ഉള്ളിലാണ്ടാവുക. ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലും കണ്ടീഷൻ തെറ്റി വർക്ക് ചെയ്യൂല. നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. ഇവിടെ നോ ഗ്യാരണ്ടി ടു എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ്. എക്സിക്യൂട്ട് അറ്റ്ലീസ്റ്റ് വൺസ് എന്തായാലും ഡു വൈൽ ലൂപ്പിൽ ഒരു ഉത്തരം കിട്ടും. കം ടു 10th ക്വസ്റ്റ്യൻ. ഇതിൻ്റെ മുമ്പേ 9th ക്വസ്റ്റ്യൻ. ഒരു ഫോർ ലൂപ്പ് തരും, അല്ലെങ്കിൽ ഒരു വൈൽ ലൂപ്പ് തരും. അതിനെ ഡു വൈൽ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഫോർ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. n = ഇതിനെ ഫോർ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഡു വൈൽ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ്. n = അതേപോലെ എഴുതും. ഡു വൈൽ ലൂപ്പിലേക്ക് എഴുതുമ്പോൾ ഈ ലൈനിൻ്റെ സ്ഥാനത്ത് ഈ ലൈനിലുള്ളടത്ത് ഡു എന്നിടുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഉള്ളത്തെ സെയിം സാധനം അതേപോലെ അങ്ങോട്ട് എഴുതാം. cout n. then n = n+2. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ആ ക്ലോസ് ചെയ്തതിന് ശേഷം അവിടെ കണ്ടീഷൻ പ്ലേസ് ചെയ്യുക. വൈൽ n <= 100. ഇത്ര ഉള്ളു പണി. ഇനി ഇതേ കോണിനെ ഞാൻ ഫോർ ലൂപ്പിലേക്ക് മാറ്റാൻ ചോദിക്കുകയാണെങ്കിൽ ഫോർ ലൂപ്പിൽ വളരെ സിമ്പിളാണ്. ഫോർ എന്ന് എഴുതാം. ഒരു തുടക്കം വേണം, സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ സ്റ്റാർട്ടിംഗ് ആണ് n = ആ n = അവിടെ എഴുതാം. അതിനുശേഷം കണ്ടീഷനാണ്. കണ്ടീഷൻ രണ്ടാമത്തെ എലമെന്റ് n <= 100. എത്ര വെച്ചിട്ട്? അപ്പോൾ ഈ പോയിന്റ് എഴുതി, ഇതും എഴുതി. ഇനി എന്താ? n = n+2 ഇവിടെ എഴുതാം. എന്നിട്ട് ബോഡി എന്താ? cout n. ഇത്ര ഉള്ളു പണി. ഇതേപോലെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്ക്. ഫോർ ലൂപ്പ് തന്നിട്ട് അതിന് ഡു വൈൽ ലൂപ്പിലേക്ക്, അതിന് വൈൽ ലൂപ്പിലേക്ക്. അപ്പോൾ ഒരിക്കലും വൈൽ ലൂപ്പ് തന്നിട്ട് ഡു വൈൽ ലൂപ്പ് പൊതുവെ വരാറില്ല, കാരണം വളരെ സിമ്പിളാണ്. സോ നെക്സ്റ്റ് വൺ, 10th വൺ, പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ട്സ്. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പ്രെഡിക്റ്റ് ദ ഔട്ട്പുട്ടിന് ചെറിയൊരു വിവാദം, ഒന്ന് ക്വസ്റ്റ്യൻ തുറിച്ച് നോക്കിയാൽ മതി. എന്താടാ ആ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത? ആ ഫോർ ലൂപ്പിൻ്റെ അവസാനത്തിൽ ഒരു സെമിക്കോളൻ ഉണ്ട്. സെമിക്കോളൻ അവസാനത്തിൽ തന്നാൽ ഓർത്ത് വെച്ചോ, ആ സെമിക്കോളത്തിൻ്റെ അവസാനത്തിൽ വന്നാൽ നോ ബോഡി എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഈ സെക്ഷൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ലൂപ്പ് 1 മുതൽ 10 വരെ വെറുതെ കറങ്ങും. എന്നിട്ട് എപ്പോഴാണ് ഇത് പുറത്ത് ചാടുക? 11 എത്തുമ്പോൾ പുറത്ത് ചാടും. ആ 11 എത്തുമ്പോൾ പുറത്തെത്തി, cout ആയി. അപ്പോൾ ആൻസർ ഈസ് 11.
ഇപ്പൊ ഈ ടൈപ്പ് ഇതിന്നല്ല വേറെ ഇതേപോലെ വേറെ ക്വസ്റ്റ്യൻസ് വരാം. സോ ലാസ്റ്റ് വൺ 11th വൺ. ഈ ചാപ്റ്റർ കൺട്രോൾ 7th അല്ല ചാപ്റ്റർ നമ്പർ 7 കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ദാ എൻഡ് ചെയ്യാണ്. 7th വൺ ബ്രേക്ക് വേഴ്സസ് കണ്ടിന്യൂ. ബ്രേക്ക് വേഴ്സസ് കണ്ടിന്യൂ. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആവും. കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് പോവുക. ബ്രേക്ക് ദാ 1 to 10 ഉള്ളിൽ 5 എത്തുമ്പോൾ ബ്രേക്ക്. ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് ഈസ് 1 2 3 4 എന്ന് വരും. ബ്രേക്ക് വർക്ക് ചെയ്താൽ when a break statement is encountered in a program, it takes the program control outside the immediate enclosing loop. ആദ്യത്തെ ലൂപ്പിന് ഓർന്ന് പുറത്ത് ചാടും. എന്നാൽ ഡു വൈൽ ലൂപ്പിനല്ല, കണ്ടിന്യൂവിൻ്റെ കേസിലാണെങ്കിൽ സ്കിപ്പ് ചെയ്യും. കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ് ഇൻ അനദർ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ് യൂസ്ഡ് ഫോർ സ്കിപ്പിംഗ്. കണ്ട, സ്കിപ്പിംഗ് ഓവർ എ പാർട്ട് ഓഫ് ദ കോഡ് വിത്തിൻ ദ ലൂപ്പ് ആൻഡ് ഫോഴ്സിങ് ദ നെക്സ്റ്റ് ഇറ്ററേഷൻ. അടുത്ത പാർട്ടിലേക്ക് ജമ്പ് ചെയ്യും. അപ്പോൾ 5 എന്നുള്ള സാധനം സ്കിപ്പ് ചെയ്യും. ആൻസർ ഈസ് 1 2 3 4 6 7 8 9 10. End of the section. Yes.